ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി.ജെ.പി. പാർട്ടി ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഹരിയാന വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് പ്രവർത്തകരെ കാണുമെന്നും അഭിസംബോധന ചെയ്യുമെന്നും അറിയിച്ചിരുന്നു. ഇപ്പോൾ മോദി എത്തുകയാണ്. 2024 ഈ ജനവിധി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിക്ക് ശേഷമാണ് അദ്ദേഹം ഈ രൂപത്തിൽ വന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. അന്ന് ആത്മവിശ്വാസത്തിന് ഉടവു തട്ടിയ മോദിയെയാണ് കണ്ടത്. ഇപ്പോൾ ഹരിയാനയിലെ തിളക്കമാർന്ന വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ മോദി ഒരിക്കൽ കൂടി ബി.ജെ.പി. ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ. ദൃശ്യങ്ങളിലേക്ക്. हरियाणा की जीत हमारी है। अब हरियाणा की जीत हमारी है। बोलो छत्रपति शिवाजी महाराज की, भारत माता की। पहले दिल्ली, बाद में झारखंड, फिर महाराष्ट्र। तैयार है? हरियाणा की जीत हमारी है। हरियाणा की जीत हमारी है। ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ അവിടെ നിന്ന്? വേണു, അല്പം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ബി.ജെ.പി. ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. വലിയൊരു സ്വീകരണം അത് പ്രവർത്തകരിവിടെ ഒരുക്കിയിട്ടുണ്ട്. ജെ.പി. നദ്ദ, പാർട്ടി അധ്യക്ഷൻ ജെ.പി. നദ്ദ അദ്ദേഹത്തെ ഈ പുഷ്പദണ്ഡ നൽകി സ്വീകരിക്കുകയുണ്ടായി. ഒപ്പം തന്നെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വേദിയിലേക്ക് എത്തുന്നത്. ഇതിനോടകം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ബി.ജെ.പി. ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരുന്നു. ഇന്ന് കൃത്യമായും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മറുപടി, കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുള്ള വിമർശനങ്ങൾ അതെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം പ്രതികൂല സാഹചര്യത്തിൽ ഹരിയാനയിൽ ഉണ്ടായ വിജയം അത് വലിയൊരു ഊർജ്ജമായി തന്നെയാണ് ബി.ജെ.പി. കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾ, കോൺഗ്രസിനെതിരെ ലക്ഷ്യം വെച്ചുള്ള വിമർശനങ്ങൾ കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നതിൽ സംശയമില്ല. എന്തായാലും ആ വിജയം തന്നെയാണ് ഈ ഒരു ആഘോഷങ്ങൾക്ക് പിന്നിലും. പ്രത്യേകിച്ച് ജമ്മുവിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ഹരിയാനയിൽ നേടിയ നേട്ടം അത് ബി.ജെ.പിയെ സംബന്ധിച്ച് ചെറുതൊന്നുമല്ല. കാരണം കഴിഞ്ഞ തവണ ജെ.ജെ.പിയുമായി ചേർന്ന് സർക്കാർ രൂപീകരിച്ച് ബി.ജെ.പിക്ക് ഇത്തവണ ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയും എന്നുള്ള അമിത ആത്മവിശ്വാസമുണ്ട്. ശരി, മോദി ഇപ്പോൾ പ്രവർത്തകരെ കാണാനായി ബി.ജെ.പി. ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്ക് അതിലേക്ക് വരാം.